ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം കൂട്ടുകാരെ, എല്ലാവരും സജ്ജന സുഹൃത്തുക്കൾക്കും മുകുന്ദമാല എന്ന ഭക്തികാവ്യത്തിലേക്ക് ഹാർദമായ സ്വാഗതം. മുകുന്ദമാല 16-ാം ശ്ലോകം. ജിഹ്വേ കീർത്തയ കേശവം മുരരിപും ചേതോ ഭജ ശ്രീധരം പാണീദ്വന്ദ്വസമർച്ചയാച്യുതകഥാ ശ്രോത്രദ്വയത്വം ശൃണു കൃഷ്ണം ലോകയലോചനദ്വയഹരേർഗച്ഛാംഘ്രിയുഗ്മാലയം ജിഗ്രഘ്രാണമുകുന്ദപാദതുളസീം മൂർധന്നമാധോക്ഷജം. അല്ലയോ നാവേ, നീ കേശവനെ കീർത്തിച്ചാലും, അല്ലയോ മനസ്സേ, നീ മുരാരിയായ ഭഗവാനെ ഭജിച്ചാലും, അല്ലയോ കൈകളെ ഭഗവാൻ വിഷ്ണുവിനെ പൂജിച്ചാലും, അല്ലയോ ചെവികളെ നിങ്ങൾ ഭഗവാന്റെ കഥകൾ കേട്ടാലും, അല്ലയോ കണ്ണുകളെ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ നോക്കിയാലും, അല്ലയോ പാദങ്ങളെ ഭഗവാൻ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലേക്ക് പോയാലും, അല്ലയോ നാസികെ മൂക്ക് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർച്ചിച്ചിട്ടുള്ള തുളസിയെ മണത്താലും, അല്ലയോ ശിരസേ നീ ഭഗവാനെ നമസ്കരിച്ചാലും. ഇങ്ങനെ ഒരു ശ്ലോകം ഹരിനാമ കീർത്തനത്തിലുണ്ട്. 55-ാമത്തെ ശ്ലോകം. യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്നു കേട്ടതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്തതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും ശരീരവുമെല്ലാം ഭഗവത് പരമായി തന്നെ പ്രവർത്തിക്കണമെന്നും അതാണ് മുക്തിക്കുള്ള മാർഗമെന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. മുക്തിക്ക് മൂർധാവിലൂടെയാണ് യോഗികൾ മരണസമയത്ത് പ്രാണനെ വിടുന്നത്. അവർ അപ്പോൾ സമാധിയാകുന്നു, അവർ മോക്ഷം പ്രാപിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാനിൽ തന്നെ ചേരണം, ഭഗവാനെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കണം, ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നാണ് ഇവിടുത്തെ വ്യംഗ്യം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമോ തത്സത്. ശ്രീ ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം.